വല്ലപ്പോഴും ഒക്കെ ഇടുന്നുള്ളൂ. പല അസൗകര്യങ്ങൾ കാരണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖം തന്നെ. നിങ്ങൾ എന്തായാലും നിങ്ങൾ എന്നോട് ഇത്രയും നാൾ കാണിച്ച എല്ലാ സപ്പോർട്ടിനും ഞാൻ പ്രത്യേക നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇന്ന് ഞാൻ കൂടുതലും വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞു 2 കണ്ണ് സർജറി ചെയ്തിരിക്കുകയാണ്, ക്യാമറയിൽ നോക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് വേണമെന്ന്. അത് കൂടുതൽ കണ്ണിനെ ബാധിക്കുമെന്ന്. ശരിയാണോ എന്ന് എത്ര കണ്ട് ശരിയാണെന്ന് അറിയില്ല, എങ്കിലും എനിക്കൊരു ചെറിയൊരു ഭയം ഇല്ലാതില്ല. പിന്നെ എന്നാലും നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കതൊരു മനസ്സിനൊരു സന്തോഷം നൽകുന്നതാണ്. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദോശയും ചമ്മന്തിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുളി കഴിഞ്ഞു ഇറങ്ങി. ഇന്ന് ധനുമാസം 1 ധനുമാസം 1 തിങ്കളാഴ്ച ദിവസവുമാണ്. മഹാദേവന് പ്രിയപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ച, അല്ലേ? അങ്ങനെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് വിളിച്ച വീഡിയോ അല്ല കേട്ടോ. കാർത്തികയ്ക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന സൃഷ്ടിയെ നമ്മൾ ഉണ്ടാക്കി തന്ന ഹൽവയാണ്. ഇവിടെ വന്ന് എൻ്റെ കിച്ചണിൽ ഹൽവ ഉണ്ടാക്കി തന്നു. അതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഹൽവ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മാവ് സിൻഹാര ആട്ട എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പേര് അവർ ഓൺലൈൻ വരുത്തിയതാണെന്ന് പറഞ്ഞു. ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കുകയാണ് ആ മാവ്. അത് സൃഷ്ടി തന്നെ കൊണ്ടുവന്നു ഇവിടെ വന്ന്. പിന്നീട് അതിന് ആ മാവും ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നെയ്യും പഞ്ചസാരയും വെള്ളവും മാത്രം. പിന്നെ നട്ട്സ് ഓപ്ഷണലാണ്. നട്ട്സ് വേണമെങ്കിൽ നെയ്യ് വറുത്ത് കൂടെ ചേർത്തിടാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സിംഹാര ആട്ട എന്ന് പറയുന്ന മാവ്. അവർ ഓൺലൈനായിട്ട് വരുത്തിയതാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കൊണ്ടാണ് ഹൽവ ഉണ്ടാക്കുന്നതെന്ന്. അതിൽ 1 കപ്പ് മാവ് എടുത്തിട്ട് 1/2 കപ്പ് നെയ്യ് കൂടെ ചേർത്ത് വറുക്കുകയാണ്. അത് വറുത്ത് ഈ കളർ ആകുമ്പോഴേക്കും അതിൽ1 കപ്പ് വെള്ളം ഒഴിക്കും. ये सिंघारा आटा हलवा में बना रही हूँ, जो हम लोग जब कहीं पूजा होता है घर में या तो हम लोग बनाते हैं, तो वही सिंघारा आटा का हलवा बन रहा है अभी. വെള്ളമല്ല, ആദ്യം പഞ്ചസാര ഇട്ടതിന് ശേഷമാണ് വെള്ളം ഒഴിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര അതിനോടൊപ്പം ചേർത്തു. ഇനി കുറച്ച് സമയം ഒന്നുകൂടെ വറുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. വെള്ളം ഒഴിച്ച് പിന്നെ ഇളക്കി വറുത്ത് തുടരെ വറുത്തതിന് ശേഷം അതാ വെള്ളം ഒഴിച്ചു. ഇനി തുടരെ ഇളക്കി നല്ല ഡ്രൈ വെള്ളം എല്ലാം വറ്റി ഡ്രൈ ആയതിന് ശേഷം, ഇതിനേക്കാൾ കുറച്ചുകൂടെ വരുന്നുണ്ട്. അതിന് ശേഷം കട്ടിയാകുമ്പോഴേക്കും പിന്നീട് നമ്മളതിനെ അറുത്തെടുത്ത് ഉപയോഗിക്കാം.